അപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നല്ല അടിപൊളി ഒരു ഇഞ്ചി ചായ കുടിക്കുകയാണ്. അപ്പോൾ നൂഡിൽസ് റെഡി ആകുമ്പോഴത്തേനും ചായ കുടിച്ച് നമുക്ക് തീർക്കാം. സൂപ്പറല്ലേ? ഈ ആളുകളൊക്കെ പോകുന്നത് കാണാം. ഈ മരമാണ് നല്ല അടിപൊളി ഒരു മരം. അപ്പോൾ ചായയൊക്കെ കുടിച്ച് നമുക്ക് പതിയെ മുകളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തുറസായി കിടക്കുന്ന പശുക്കൾ നടന്ന സ്ഥലമാണിത്. പശുക്കൾ മേയുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയ്ക്കുള്ളിലേക്കാണ് ഞാൻ കയറി വന്നത്. മനോഹരമായൊരു ഏരിയ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വന്നെടുത്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് ഓർത്തിട്ട് കയറി വന്നതാണ്. തരിശ് കിടക്കുന്ന പ്രദേശം. ഇതൊക്കെ മാവാണ് കേട്ടോ, മാന്തോപ്പുകളാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ കൃഷിഭൂമിയാണ്. അവിടെയെല്ലാം വേലി കെട്ടി തിരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹനുമാൻ്റെ മുഖച്ഛായുള്ള ഒരു മല നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ക്ഷേത്രം പോലെ, താഴെ നോക്കിയാൽ ക്ഷേത്രമാണെന്നേ തോന്നുന്നു, അതുപോലുള്ള ഒരു മല. അതിനുശേഷം വലിയൊരു മലനിരയാണ്. ഇതുണ്ടോ, വലിയൊരു മലനിര. അതിൻ്റെ ഇടയിലൊക്കെ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ താഴോട്ടൊഴുകി വരുന്ന ഭാഗങ്ങളാണ്. ഈ മലനിര ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ മാന്തോപ്പുകളൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങോട്ടൊന്ന് കയറി വന്നതാണ്. അപ്പോഴത്തേ നമ്മൾ കുറച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായൊരു കാഴ്ച. ധാരാളം കൃഷിസ്ഥലങ്ങളും ആ സമീപത്തുള്ള ആ ഡാമും അതിന് മുകളിലും കൃഷിസ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ താഴെ കാണുന്ന കൃഷിസ്ഥലങ്ങളിൽ തക്കാളി കൃഷിയും നെൽകൃഷിയും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. താഴെ കാണുന്നത് പാർക്കിംഗ് ഏരിയയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് മുഴുവൻ മാന്തോപ്പുകളാണ്. അപ്പോൾ വളരെ മനോഹരമായ ഈ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ ഹൈവേയും ഇന്നലെ ഞാൻ റെസ്റ്റ് ചെയ്ത ആ ഒരു പെട്രോൾ പമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പുറകിലെല്ലാം കരിമ്പ് കൃഷിയും ഈ തക്കാളിപ്പാടവുമാണ്. അപ്പോഴത്തേ നമ്മൾ മലയുടെ മുകളിലേക്ക് പതിയെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 3 ചെറിയ മലകൾ കാണാം. അതുപോലെ തന്നെ താഴ്വാരം, കൃഷിഭൂമിയും ഡാമും ചേർന്ന ആ താഴ്വാരം നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ്, ഈ നടകൾ കയറി വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. ഈ 2 മലയുടെ ഇടുക്കിലാണ് ആ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും പിന്നെയും യാത്ര ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഈ നടകൾ കയറി ഈ കുരങ്ങന്മാരുടെയൊക്കെ ഇടയിലൂടെ നമ്മൾ പോവുകയാണ്. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട് കേട്ടോ. അവൾ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണും അവിടെ പഴയ തലമുറയിലെ മൂത്ത മകനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് നമ്മൾ പതിയെ മല കയറി മുകളിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്കുള്ള യാത്രയിലാണ്. പഴയ സ്റ്റെപ്പുകളിൽ തന്നെ സിമെൻ്റ് ഇട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ വെള്ളം കുത്തിയൊലിച്ച് വന്നപ്പോഴത്തേന് പഴയ കല്ല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റെപ്പൊന്നുമില്ല. ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. കമ്പിയൊക്കെ ഇട്ട് വാർത്തതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊരു ഭയങ്കര സാഹസപ്പെട്ട പണി തന്നെയാണ് കേട്ടോ. താഴെ ഭാഗത്ത് നിന്ന് ഈ എല്ലാ സാധനങ്ങളും മുകളിലെത്തിക്കുക എന്നുള്ള ഒരു വലിയ പണി തന്നെയാണ്. അപ്പം നമ്മൾ നടന്ന് മുകളിലെ പുൽമേട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് കുറച്ച് ദൂരം കൂടി പോയാലാണ് ആദ്യമേ ആശ്രമം നമുക്ക് കാണാൻ പറ്റും. ഗോവയിൽ വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ കാടിനുള്ളിൽ കയറി വന്നപ്പോൾ കണ്ട ആ ഒരു വിഷനാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. സെയിം വിഷനിലുള്ള സ്ഥലമാണ്. ഇവിടെ മുഴുവൻ പാറക്കല്ലുകളാണ്. ഇവിടെ പാറക്കല്ലുകളാണെങ്കിൽ അവിടെ ചീങ്കല്ലായിരുന്നു. അപ്പോൾ ശരി, നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇതുകൊണ്ട് ആളുകളൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ, ഇട ദിവസങ്ങളാണെങ്കിൽ വളരെ കുറവായിരിക്കും ആളുകൾ.
അപ്പോൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. മരങ്ങളുടെ ചുവട്ടിലൊക്കെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ബായി എൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ബായി പുതിയതായിട്ട് ചാനൽ തുടങ്ങിയതുകൊണ്ട് ഇച്ചിരി डिले आइटाണ്. न्यू चैनल है इसलिए थोड़ा डिले है. उसको शर्म आता है बोल रहे. क्या के लिए शर्म आना, हम अपना काम करके वहाँ जाने का बस. ഇത്രയും വലിയ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി വന്നപ്പോൾ നമ്മൾ കാണുന്നത് വലിയ ഒരു തടാകമാണ്. നിറയെ വെള്ളവുമായി കിടക്കുന്ന ഒരു വലിയ തടാകം. ആ കാണുന്ന ഭാഗത്തൂടെയാണ് ഒരു വളരെ മനോഹരമായ ഒരു തടാകം. ഇതിൻ്റെ മുകളിലാണ്, ഈ മലയുടെ മുകളിലാണ് ശ്രീ ഹനുമാൻജിയുടെ ജന്മസ്ഥലമുള്ളത്. ാണ് ഇനി നമ്മൾ കയറി പോകേണ്ടത്. ധാരാളം സ്റ്റെപ്പുകൾ കയറി വളരെ കഷ്ടപ്പെട്ട് വേണം മുകളിലേക്ക് എത്താൻ. ആ കാണുന്ന മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിന് സമീപമാണ്. അപ്പോൾ മരുത്വാ മലയുമായിട്ട് വന്ന ഹനുമാൻജി ഇവിടെയാണ് കാൽപാദം ചവിട്ടിയത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഈ നദിയല്ല, തടാകം, ഒരു ലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, വളരെ മനോഹരമായ ഒരു തടാകമാണ്. അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ ചെടി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിൻ്റെ പൂക്കളാണ് നിറയെ ഉള്ളത്. വെള്ളത്തിൽ കിടക്കുന്ന ഒരു ചെടിയാണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനോഹരമായ തടാകം. ഈ മലയുടെ മുകളിൽ ഇത്രയും ഒരു ജലസ്രോതസ് കാണുന്നത് വളരെ അത്ഭുതം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഏകദേശം 3 കിലോമീറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്ത് ഈ മുകൾ ഭാഗത്തേക്ക് എത്തി. ഇവിടെയാണ് പശുക്കളെല്ലാം വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ. അങ്ങനെ വളരെ മനോഹരമായ ഈ പ്രദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. खड़े खड़े आ जाएगा. रामचंद्र की जय, हनुमान की जय, जय श्री राम, जय श्री राम. അപ്പോഴത്തെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ കണ്ട തടാകം ഒരു കാൽപാദം പോലെയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിന്നാണ് ശ്രീ ഹനുമാൻ ലങ്കയിലേക്ക് പോയത് എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് ഈ കാണുന്ന ഈ ഒരു ലേക്ക്. അപ്പോൾ ഈ ലേക്കിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ ആ ഒരു കാൽപാദം പോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന് താഴെയാണ് നമ്മൾ മുമ്പ് കണ്ട ആ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ലേക്ക്, ഈ മുകളിലുള്ള ഈ തടാകമാണ് ഹനുമാൻജിയുടെ പാദമാണെന്ന് വിശ്വസിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ആ താഴെ കാണുന്ന ആ ഒരു ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് നമ്മളിങ്ങോട്ട് യാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മളിങ്ങനെ മലകൾ കയറി മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയുമുണ്ട് കുറച്ച് ദൂരം കൂടി കയറി പോകാൻ. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത വളരെ മനോഹരമാണ്. നമ്മൾ പതിയെ ഹനുമാൻജിയുടെ ജന്മസ്ഥാനമായ ഗുഹയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇടുങ്ങിയ മലയിടുക്കിൻ്റെ ഒരു സൈഡിലൂടെ വേണം പോകാൻ. ഇവിടെ അധികം ആരും എത്താറില്ല, കാരണം ആർക്കും അറിയില്ല. അവിടെ താഴെയാണ് ഒരു കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് ജന്മസ്ഥാനെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് കയറി വന്നതാണ്. ഇതാ നമ്മൾ ഗുഹയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഹനുമാൻജിയുടെ ആ ഗുഹ. നമ്മൾ നടന്ന് ആ ഗുഹയുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹനുമാൻജി ജനിച്ച ഗുഹ. ഇവിടെ നിന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ആ ഭാഗത്തു നിന്നൊക്കെ മഴക്കാലത്ത് വെള്ളം വരുന്നതാണ്. മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ഇവിടെ കൂടുതൽ ആളുകൾ വരാറില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ തന്നെ താഴെ ഒരുപാട് ക്രൗഡ് നമ്മൾ കണ്ടതാണ്. അവരാരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല, അവർക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഈ മലനിരകളുടെ ഇടയിലൂടെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് ഇനിയും പോകാം. അപ്പോൾ നമ്മൾ ഗുഹയ്ക്കുള്ളിലോട്ട് കയറുകയാണ്. അപ്പോഴത്തേ നമ്മൾ ഈ മലയുടെ മണ്ടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കയറി വന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയ ഒരു വഴിയിലൂടെയാണ് കയറി വന്നത്. ഇവിടുന്ന് ആ ഒരു വഴിയിലൂടെയാണ് ആ ചെടികൾ നിൽക്കുന്നതിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ കയറി ഈ കുത്തനെയുള്ള മല ഞങ്ങൾ കയറി ഇങ്ങ് പോകുന്നു. അവിടുന്നാണ് ഇത് ഗുഹ തുടങ്ങുന്ന അവിടുന്നായിരുന്നു. ആ ഗുഹ ഇതിൻ്റെ തൊട്ട് താഴെയാണ്. അതിൻ്റെ അവിടുന്നാണ് ഞങ്ങൾ ഈ വഴി ചെറിയ റിസ്ക് എടുത്ത് പാറയുടെ മുകളിൽ കൂടിയാണ് കയറി വന്നത്. തേണ്ടി ഈ മുനം പോലെ നിൽക്കുന്ന പാറയിൽ അതിൻ്റെ താഴേന്ന് ഞങ്ങൾ കയറി ഇവിടെ എത്തി. ഒരു വല്ലാത്ത കയറ്റം തന്നെയായിരുന്നു. പെട്ടുപോയെന്നാണ് വിചാരിച്ച്, താഴെ വീഴുമെന്ന് വിചാരിച്ച് വളരെ സൂക്ഷിച്ചാണ് കയറി വന്നത്. ഒന്നാമതെ ബായിയുടെ ഷൂ ഗ്രിപ്പുള്ളതല്ല, അതുകൊണ്ട് ബായിനെ കയറി ചെയ്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ ശരി, ഈ കാഴ്ച അതിൻ്റെ മുകളിൽ വന്നപ്പോൾ ദൈവമേ, ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചയായിപ്പോയി. സൂപ്പർ. അപ്പോഴത്തെ ആളുകളൊക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോഴത്തെ ഈ ഏരിയയിൽ കൂടി ഒന്ന് നടന്നിട്ട് വരാം. ഇത് കണ്ടോ, നമ്മൾ കണ്ട ആ ഒരു കോഴിവാലൻ ചെടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് സീസൺ കഴിഞ്ഞു. പിന്നെ കാണുന്ന ആ മഞ്ഞപ്പൂവുള്ള ചെടി, അതെല്ലാം നമ്മൾ വഴിയിൽ കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ശരി, ഇത് കണ്ടോ, അങ്ങ് അകലെയൊക്കെ വലിയ കൊടുമുടികൾ കാണാം. അതൊക്കെ ഈ ഹരിഹർ ഫോർട്ടിൻ്റെ ഒക്കെ ഭാഗങ്ങളായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ആ കാണുന്നതൊക്കെ ഇവിടുത്തെ മലനിരകൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. പൊടിപടലം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്ര സുഖമല്ലാത്ത രീതിയിൽ ഇത് കാണാൻ പറ്റുന്നത്. അത് പൊടിപടലം കൂടി ഇല്ലെങ്കിൽ, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഈ ക്ലിഫിൻ്റെ സൈഡിലൂടെ ഞാൻ വന്നതാണ്. ഈ ക്ലിഫിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. മണിക്കൂറായിട്ട് ഞാൻ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ചെയ്ത് പതിയെ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് എത്തിയത് ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചയിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്.